ഇതിൻ്റെ ആക്ച്വലി എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2.17 ലാക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 23,000 രൂപ കുറവാണ് സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഈ 23,000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ മിസ്സിംഗ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതായത് സാംസങ് പോലത്തെ കമ്പനികൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കുന്ന ഒരു സമയത്ത് അതിനൊരു ലൈറ്റർ വേർഷൻ ഇറക്കാറുണ്ട്. അത് എന്തിനെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് തന്നെ, അതായത് ആ ഒരു ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് കുറച്ചുകൂടെ അഫോർഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫോൺ ഇറക്കാറ്. അതുപോലെ ട്രയംഫ് ചെയ്ത ഒരു പരിപാടിയാണ് നമ്മുടെ സ്പീഡ് T4, അതായത് സ്പീഡ് 400 ലൈറ്റ്. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രയംഫിൻ്റെ സ്പീഡ് T4 ആണ്, അതായത് സ്പീഡ് 400ൻ്റെ ലൈറ്റർ വേർഷൻ. ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ടു ബി ഓണസ്റ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ വിളിക്കുന്നത് ദ ട്രയംഫ് വി നെവർ ആസ്ക് ഫോർ എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയംഫ് ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, സിംഗിൾ സിലിണ്ടറാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് കുളിരൊക്കെ കോരി. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ടൈഗർ 400 ആയിരിക്കാം, അല്ലെങ്കിൽ ട്രക്സ്റ്റൺ 400 ആയിരിക്കാം. ഇങ്ങനെയൊക്കെ കുളിര് കോരി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇവർ ഇത് പുറത്തുവിട്ടത്. T4 എന്ന് പറഞ്ഞാൽ 400cc മോർ അഫോർഡബിൾ വേർഷൻ ഓഫ് സ്പീഡ് 400. കോരിയ കുളിരൊക്കെ ഞാനങ്ങ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം ഈ വണ്ടീനെക്കുറിച്ച് ഒന്നും കൂടെ കൂലങ്കഷമായി ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പോഴെല്ലാവരും പറഞ്ഞു ആരും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല, ആരും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല, പിന്നെ എന്തിന് ട്രയംഫ് ഇത് ചെയ്തു എന്നതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ വണ്ടി ഞാൻ ഓടിച്ചു. ആക്ച്വലി ഇത് ഒരു ദിവസമേ ഉള്ളൂ, 24 hours ഓഫ് ടൈമാണ് എനിക്കുള്ളത്. ഇതിനുശേഷം ഞാൻ ലോങ്ങർ വെച്ച് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ടു മൈ സർപ്രൈസ് സ്പീഡ് 400 ഒരുപാട് ഓടിച്ചതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഓടിച്ച് ഒരു റൗണ്ട് ട്രിപ്പ് ഒരു 200-300 കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കുന്നുണ്ടാവും. ഈ ഒരു 200-300 കിലോമീറ്റർ തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മാസമൊക്കെ വെച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ ഞാനത് ചെയ്യാം. ബട്ട് ഈ വണ്ടിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡ് 400 ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ തന്നെ തുടങ്ങാം. സ്പീഡ് 400 USD ഫോക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് കൺവെൻഷണൽ ഫോക്സ് ആണ് വരുന്നത്. അത് പൊട്ടയെന്ന് വെക്കാം, കാരണം അത് ഞാൻ പറഞ്ഞുതരാം ലേറ്റർ പോയിന്റ് ഓഫ് ദി വീഡിയോ റൈഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഫീഡ്ബാക്ക് പറഞ്ഞുതരാം. ഇതിന് MRFൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് 400-നകത്ത് ഇപ്പോൾ ബ്രെഡസ്റ്റൈനൊക്കെയാണ് വരുന്നത്. അത് മാത്രമല്ല റെയർ ടയറിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സൈസ് എന്ന് വെച്ചാൽ വിഡ്ത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ വിഡ്ത്ത് കുറഞ്ഞ ടയർ ഇടുന്നതുകൊണ്ട് അതിന് ആക്ച്വലി ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ പാർട്സിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ECU ഫ്ലാഷ് ചെയ്ത് ഇതിന് സ്പീഡ് 400 ആക്കാനും പറ്റില്ല. പിന്നെ വന്നൊരു മേജർ ചേഞ്ചാണ് റേസ് സ്പ്രോക്കറ്റ് ഇതിനകത്ത് ചെറുതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും എന്താ പറയുക, കുറച്ചുകൂടെ ഒരു സ്ലഗ്ഗിഷായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു വണ്ടി ആക്കിയിട്ടുണ്ട്. ഇനി മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റൈഡ് ബൈ വയർ ത്രോട്ടിൽ വരുന്നില്ല, ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല, ഇമ്മൊബിലൈസർ വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ബ്രേക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓർഗാനിക് പാഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ഇതിനകത്തുള്ള മേജർ ഡിഫറൻസ്. ഇത്രയും പോയിന്റ്സ് നമ്മൾ എടുത്തിട്ട് സ്പീഡുമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് വാങ്ങണോ വാങ്ങേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ട്രയംഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്വാളിറ്റിയും വളരെയധികം ടെസ്റ്റിങ്ങും ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ബൈക്കാണെന്ന് പറയാം. കാരണം അധികം ടെസ്റ്റിങ്ങിന് ആവശ്യമൊന്നുമില്ല, USD മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. വേറെ ബാക്കി എല്ലാ കാര്യങ്ങളും ആസ് സച്ച് പെർഫെക്റ്റ് ആയിരുന്നു സ്പീഡ് 400-നകത്ത്. അപ്പോൾ അതിൽ നിന്നും വലിയൊരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. ജിക്സർ മോനെ നമുക്ക് സ്പീഡിലേക്ക് വരാം. ലെറ്റ്സ് കം ടു ട്രയംഫ്. ലെറ്റ്സ് ലീവ് സുസുക്കി ആൻഡ് കം ടു ട്രയംഫ്. അപ്പം ആ USD മിസ്സായത് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ത്രൂ രാത്രി ഓടിച്ചൊരു സമയത്ത് ലോങ്ങറായിട്ട് കിട്ടുന്നുണ്ട്, വൈഡറായിട്ട് കിട്ടുന്നില്ല. അപ്പം ടൂറിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഓക്സിലറി ലൈറ്റ് വാങ്ങേണ്ടി വയ്ക്കും, അല്ലെങ്കിൽ സിറ്റി യൂസേജ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ടാങ്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രൈഡൻറ്റിൻ്റെ ഒരു ടാങ്കിനോട് സാദൃശ്യമുള്ളൊരു ടാങ്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ക്വാളിറ്റിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പെയിൻ ക്വാളിറ്റിയൊക്കെ ടോപ്പ് നോച്ചാണ്. അത് ഏതൊരു ട്രയംഫ് എടുത്തു കഴിഞ്ഞാലും പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ എഞ്ചിനാണ്. ഞാൻ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു. എഞ്ചിൻ എന്താ പറയുക, ഇപ്പോഴും സ്ലോവർ അല്ല കേട്ടോ, അത് സമ്മതിച്ച് തന്നാൽ മതിയുള്ളൂ. ഇത് ഇപ്പോഴും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇന്ന് രാവിലെ ഞാൻ സിറ്റിയിൽ ഓടിച്ചൊരു സമയത്ത് ഞാൻ ആക്ച്വലി ടോപ്പ് ഓഫ് ദ ലൈൻ ആയിരുന്നു. വേറെ ഏതൊക്കെയൊക്കെയോ മോട്ടോർ സൈക്കിൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ റേസിംഗ് ഒന്നും ചെയ്തൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മളൊരു സിഗ്നലിൽ നിന്ന് എടുത്ത് പോകുന്നൊരു സമയത്ത് വളരെയധികം ഗ്യാപ്പ് ചെയ്തെടുത്ത് പോകുന്ന രീതിയിലുള്ളൊരു ബൈക്കായിരുന്നു. എഗെയിൻ ഞാൻ റേസ് ചെയ്യായിരുന്നില്ല, ഞാൻ കുറച്ചൊന്ന് ഹറിയിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഇൻ മൈ കൺട്രോൾ. ആൻഡ് സ്പീഡ് T4 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ആക്ച്വലി സൗണ്ടിങ് മച്ച് സിമിലർ ടു സ്പീഡ് 400. എനിക്കങ്ങനെ വലിയൊരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. സീറ്റ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കുഷനിങ് കൊള്ളാം. പക്ഷേ ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി ഒരു ചെറിയ വണ്ടിയാണ് ഈ സ്പീഡ് 400 എന്ന് പറയുന്നത്. അതിൽ നിന്നും കുറച്ച് ചെറുതാക്കിയ പോലെയാണ് ഈ വണ്ടിയുള്ളത്. അപ്പം ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഫുഡ് പെഗ് ടു ദ സീറ്റ് ടു ദ ഹാൻഡിൽ ബാറാണ്. അപ്പം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറേ കൂടെ അപ്രൈറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് കിട്ടുക. ഇവിടെ കുറച്ചൊരു പൊങ്ങിയ സ്ഥലമാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഒരു ബാക്ക് പെയിൻ അടിക്കുന്നുണ്ട്. പില്ലിയൻ കംഫർട്ടും കൊള്ളാം. പില്ലിയൻ ഗ്രാബ് റെയിൽ കുഴപ്പമില്ല, പിടിച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ടോർക്ക് എന്താ പറയുക, അങ്ങനെ വാരി വിതറാത്തൊരു വണ്ടി ആയതുകൊണ്ട്
വീണ് പോകുമോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും തോന്നില്ല. ഈ വാരി വിതറുക എന്നുള്ളൊരു ടേം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഓടിച്ചത് ഗൊറില്ലയാണ്. ഗൊറില്ലയ്ക്കകത്ത് വാരി വിതറുമായിരുന്നു ടോർക്ക്. ആ ടെയിൽ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടെയിലായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാം. ഇതിനകത്ത് ചെറുതായിട്ട് ട്രയംഫിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഇത് പക്ക ആ ഒരു 390 അടിച്ച് മാറ്റി വെച്ച എന്താ പറയുക ടെയിൽ മഡ് ഫ്ലാപ്പാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. വാങ്ങുകയാണെങ്കിൽ ഇത് ദയവ് ചെയ്ത് ഒഴിവാക്കുക, കാണാൻ ഒട്ടും രസമില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഫൈൻഡ് സം അതർ ഓൾട്ടർനേറ്റീവ് ഫോർ ദാറ്റ്. പറഞ്ഞ പോലെ റെയർ സ്പ്രോക്കറ്റ് ഇപ്പോൾ ചെറുതാണ്. പിന്നെ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം. അപ്പം വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ ഇത് ആക്ച്വലി ഇതിൻ്റെ ടാങ്ക് എനിക്ക് കണ്ടിട്ടേ ഈവൻ ഒരു പൾസർ 200ൻ്റെ ടാങ്കിൻ്റെ അത്ര വലുപ്പം പോലും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ സ്മോൾ ടാങ്ക്. വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വൺ സൈഡ് പ്ലാന്റഡ് ഫുഡുണ്ട്, ഇപ്പുറത്ത് അത്രത്തോളം ഇല്ല. പക്ഷേ ചെറിയ ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. എൻ്റെ കാല് കണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. ടോളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഒന്ന് പ്രൊട്രൂഡ് ചെയ്തിരിക്കും, ഒന്ന് ഇടുങ്ങി പിടിച്ചൊരു ഫീൽ വരാൻ സാധ്യതയുണ്ട് ടോളായിട്ടുള്ള ആൾക്കാർക്ക്. ഇനി ഹാൻഡിൽ ബാറൊക്കെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് 400 അലുമിനിയം ഹാൻഡിൽ ബാസാണ് വരുന്നത്, ഇതിന് അലോയ്സ് ആണ് വരുന്നത്, നോർമൽ അലോയ്സ്. അപ്പം അതിൽ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, കാരണം അത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയൊക്കെയായിരുന്നു. സ്വിച്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈ ബീം ആൻഡ് ലോ ബീം, നമുക്കിവിടെ പാസ് സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് DRLും ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ഇൻഫോ ബട്ടൺ ഉണ്ട്, പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, കോഷൻ ലാമ്പ് ഉണ്ട്, സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അത്ര തന്നെയാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് എല്ലാം വന്നത്. മിറേഴ്സ് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. നല്ല ഹൈ റവ് ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ച് പൊടിക്ക് വൈബ്രേഷൻ കയറുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്കിംഗ് ഡാഷാണ്. ഈ ഡാഷിനകത്ത് എനിക്ക് ഒരൊറ്റ അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി ആവുന്ന സമയത്ത് ഇതിനകത്ത് കാണാനെല്ലാം രസമാണ്. പക്ഷേ ഈ കാണുന്ന ട്രയംഫിൻ്റെ ലോഗോ ഉണ്ടല്ലോ, ഇത് രാത്രി കാണില്ല. ഇപ്പോൾ എന്നോട് ചോദിക്കുക, ട്രയംഫിൻ്റെ ലോഗോ കാണാതെ എനിക്ക് ഓടിക്കാൻ പറ്റില്ലടാ രാത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ ബൈയിങ് എ പ്രീമിയം മോട്ടോർ സൈക്കിൾ. അതിൻ്റെ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ബ്രാൻഡിങ് രാത്രിയും കാണണം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ഇഫ് ഐ ബൈ എ ഡുക്കാട്ടി, ഇഫ് ഐ ബൈ എ BMW or a Triumph, ഐ വോണ്ട് ടു സീ ദാറ്റ് ഇൻ ദ ഡയൽ. നമ്മൾ ആ ഓടിക്കുന്ന വണ്ടിയുടെ എന്തെങ്കിലും ഒരു സാധനം കാണണം. അത് ഇതിനകത്ത് ഓണായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ നെറ്റ് പിക്ക് ചെയ്യാമെന്നറിയാം, പക്ഷേ അത് വാങ്ങുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പീഡോമീറ്ററാണ്, 180 വരെ കാട്ടും. 150 വരെയാണ് വണ്ടി പോകുന്നത്. പക്ഷേ ആ 150ലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാം. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂവൽ മീറ്റർ വരുന്നുണ്ട്. അപ്പം ഫ്യൂവൽ ഗേജ് കുറച്ച് ഇനാക്യുറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, റണ്ണിങ് മൈലേജ്, ആവറേജ് മൈലേജ് ഫോർ ദ ട്രിപ്പ്, ഡിസ്റ്റൻസ് ടു എംടി, പിന്നെ സെറ്റിങ്സ് കയറാം. അത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ട്രയംഫിൻ്റെ ലോഗോ അതിനകത്ത് ഇല്ല എന്നുള്ളൊരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ, രാത്രിയാകുമ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എവറിത്തിങ്. അപ്പോൾ അത്രയാണ് നിർത്തിയിട്ടുള്ള വിശേഷം എന്ന് പറയുന്നത്. പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം, അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ. സൗണ്ട്സ് മച്ച് സിമിലർ ടു സ്പീഡ് 400. കേൾക്കാനൊരു രസമുണ്ട്. പിന്നെ ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ ഇത് ഓടിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമാണ്. അതായത് ഒരു നല്ലൊരു ബേസി സൗണ്ട്, വണ്ടി ഓടിക്കുന്ന ഒരു ബിഗ് ബൈക്ക് ഫീൽ, പ്രീമിയം ബൈക്ക് എന്ന് ഫീൽ ചെയ്യും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ചെറിയൊരു ഡ്രൈവാണ് ഈ ഓടി വരുന്നത് എന്നുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടി സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഹൈവേ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഹൈവേ കുറച്ച് പേരെങ്കിലും പരിചയം ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഐ ആം കമ്മിങ് ടു ദിസ് ഹൈവേ. റീല് ഷോർട്സ് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇതാണ് പ്രശ്നം, ഈ എല്ലാം വാരി വലിച്ചിട്ട് കഴിയുമ്പോഴാണ് പോക്കറ്റിനകത്താണ് കീ എന്ന് മനസ്സിലാവുക. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വണ്ടി പുട്ടുപോലെയാണ് 120 കയറുന്നത്. ഈ പുട്ടുപോലെ എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീഡ് 400 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിയാണ് ഇതിനൊരു ഡീട്യൂണിങ് വന്നിട്ടുണ്ട്. ഡീട്യൂണിങ് അല്ല, റീവർക്കാണ് വന്നിട്ടുള്ളത്. ആ റീവർക്കിൻ്റെ സമയത്ത് ടോർക്ക് 1 ന്യൂട്ടൺ മീറ്റർ കുറഞ്ഞിട്ടുള്ളൂ, പിന്നെ പവറാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പവർ നമുക്ക് ടോപ്പ് സ്പീഡ് തരാം. അപ്പോൾ ടോപ്പ് സ്പീഡ് നല്ല കോംപ്രമൈസ്ഡ് ആണ്. പക്ഷേ 120 എത്തുന്നത് വേറെ ഏത് ബൈക്ക് ഒരു 400cc എത്തുന്നതിന് കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഫാസ്റ്റർ അല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ക്യാച്ച് അവിടെയല്ല. എൻജിൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ബാക്കി സാധനങ്ങളിലെല്ലാം ഒരു കോംപ്രമൈസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ടോപ്പ് സ്പീഡിലൊന്നും അത്രത്തോളം സാറ്റിസ്ഫൈഡും അല്ല. എന്ന് വെച്ചാൽ ഞാനിതിൽ 150 ചെയ്തിട്ടുണ്ടായിരുന്നു. 150 ചെയ്ത സമയത്ത് ഒരു ഡെത്ത് പോബിൾ അടിച്ചിട്ടുണ്ടായിരുന്നു, ടാങ്ക് സ്ലാപ്പർ എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു സാധനം. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ വളരെ 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 മോശമാണ്. അത് MRF ടയർ ആയതുകൊണ്ട് പറയല്ല. ഈ ഒരു ടയർ എന്ന് പറയുന്നത് ഒരു 200cc നല്ലതായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇതുപോലെ എന്താ പറയുക, ഒരു സ്ലൈറ്റ്ലി ലൈറ്റർ ബൈക്ക് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നൊരു സമയത്ത് റോഡുമായിട്ട് നല്ല ഗ്രിപ്പ് വേണം.
അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ ബൈക്കിന് ഈ MRF ടയർ എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നെ റെയറിൽ 140 വന്നത് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ കോർണറിങ് കോൺഫിഡൻസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബൈക്കിന് നമ്മൾ. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡിഫറൻസിലാണ് കിടക്കുന്നത്. USD നമുക്ക് മിസ്സായെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സോഫ്റ്ററാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ സസ്പെൻഷൻ കോർണർ ചെയ്യുന്ന സമയത്തായാലും ഹൈ സ്പീഡിലായാലും നമ്മളെ ഫേവർ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഡൈവ് ഉണ്ട്. അപ്പം ബാക്കിൽ വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഒരു ഡൈവ് ഉണ്ട്. ആ ഡൈവിന് ശേഷം നമ്മൾ പറയാതൊരു കുഴി കൂടെ ഓടിപ്പോയി ചാടുകയാണെങ്കിൽ ടപ്പയെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ട് സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്തു. ഓൺ ദ അതർ സൈഡ് റെയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഹാർഡറായിട്ടാണ് കുറച്ച് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് അധികം കംഫർട്ടും തരുന്നില്ല. അപ്പോൾ ഇമാജിൻ ഇതുപോലൊരു റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു കുഴി വന്നു, നമ്മൾ അതിലൂടെ പോകുന്ന സമയത്ത് ആദ്യം ഫ്രണ്ട് സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യും, പിന്നെ റെയർ സസ്പെൻഷൻ നമ്മുടെ ബോട്ടം അടിച്ച് പൊളിക്കും. അങ്ങനെയാണ് ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് ആ സസ്പെൻഷൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടയേഴ്സ് മോശമാണ്. പിന്നെ ബ്രേക്കിങ്ങിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പം സ്പീഡ് 400-നകത്ത് സിൻറ്റേർഡ് പാഡ്സ് ആണ് വരുന്നത്, ഇതിനകത്ത് ഓർഗാനിക് പാഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ബൈറ്റ് വളരെ കുറവാണ്. ബ്രേക്കിംഗ് ഭയങ്കര ഗ്രാജുവലാണ്. വണ്ടി നിൽക്കുന്നുണ്ട്, എനിക്കൊരു ആവറേജ് ഫീലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു 3 കാര്യം കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് എൻജിൻ കിടിലുമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ആ ഒരു എൻജിൻ പെർഫോമൻസിനെ ഭയങ്കര മോശമാക്കുന്നുണ്ട്. അതായത് വോബിൾ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഞാൻ ഈ പറയുന്ന ഹൈ സ്പീഡിൽ പോകുന്നൊരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് എ കോൺഫിഡൻസ്. സസ്പെൻഷൻ അത്രത്തോളം സപ്പോർട്ടീവ് അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിലുള്ള ഫീൽ. പക്ഷേ ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, മൊത്തത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ട്രയംഫ് പോലത്തെ ഒരു വണ്ടി, അതായത് ട്രയംഫ് പോലത്തെ ഒരു ബ്രാൻഡിൽ നിന്നും, അതായത് അത്രത്തോളം ഒരു ലെഗസി ഉള്ളൊരു ബ്രാൻഡിൽ നിന്നും ഞാൻ വണ്ടി എടുക്കുന്നൊരു സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മെയിൻ 2 കാര്യങ്ങളുണ്ട്. അതായത് ട്രയംഫ് കനോട്ട് ഗോ റോങ് ഇൻ 2 തിങ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഒന്ന് ബ്രേക്കിംഗ്, പിന്നൊന്ന് സസ്പെൻഷൻ. ആ ഒരു സംഭവം ഇതിനകത്ത് കുഴപ്പമില്ല, നിതംബങ്ങൾ സേഫ്. അപ്പം ആ ഒരു സംഭവം ഇതിനകത്ത് മിസ്സിങ് ആയതുപോലെ ഉണ്ട്. അതായത് ഒരു ട്രയംഫിൽ ഞാൻ കാണാത്തതാണ്. ഓടിച്ച എല്ലാ ട്രയംഫിലും എനിക്ക് ബ്രേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സസ്പെൻഷനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് എനിക്കത് അത്രത്തോളം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നെവർ മൈൻഡ്, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. പറഞ്ഞ പോലെ തന്നെ എൻജിൻ അത്യാവശ്യം നല്ല ടോർക്കിയാണ്. അതായത് ഞാനിവിടെ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ സെക്കൻഡ് ഗിയർ ഓർ ഈവൻ ദ തേർഡ് ഗിയർ, എന്നിട്ട് തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ടുപോകാം. ഇപ്പം വണ്ടി ന്യൂട്രലിലേക്ക് എത്തി, പുറകിൽ വണ്ടിയൊന്നുമില്ല കേട്ടോ. ജെൻറ്റിലായിട്ട് ക്ലച്ച് ഒന്ന് വിടുന്ന സമയത്ത് വണ്ടി ഓടി തുടങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് വണ്ടി കുറച്ച് ടോർക്കി തന്നെയാണ്. അപ്പം ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു, ഒന്ന് സ്ലോ ചെയ്തു. ഇപ്പം 20 കിലോമീറ്ററിലായിട്ടുണ്ട്. കണ്ടല്ലോ, ജെൻറ്റലായിട്ട് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നോക്കിങ് ഒന്നും ഇല്ലാതെ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എൻജിൻ അത്യാവശ്യം കൊള്ളാം. അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. പിന്നെ എൻജിൻ അത്യാവശ്യം ഹീറ്റ് വരുന്നുണ്ട്. അതൊരു 5 മിനിറ്റൊക്കെ ഒരു പമ്പ് ടു പമ്പ് ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് ഈ കാലിലേക്കൊക്കെ അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഓടിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഇത് ലൈറ്റർ ബൈക്കാണ്. ഇത് ഇൻഫാക്ട് 1 kg കൂടുതലാണ് നമ്മുടെ സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ലൈറ്റർ ബൈക്ക്. യു ടേൺ എടുക്കാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഈസിയാണ്. സിറ്റിയിലൊക്കെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകാം. റൈഡിംഗ് പോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരുപാട് അകലത്തല്ല ഈ ഒരു ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത്. അത് ക്രൂസർ സെറ്റിംഗ് ഒന്നുമല്ല, എന്ന് വെച്ച് ഒരുപാട് അടുത്തുമല്ല, ഡ്രാഗ്സ്റ്റർ ഫീലും ഇല്ല. ഒരു റോഡ്സ്റ്റർ അതുപോലത്തെ ഉള്ളൊരു സെറ്റിങ്സിലുള്ള ഹാൻഡിൽ ബാറാണ്. റൈഡിംഗ് പോസ്റ്റർ കുറേ കൂടെ അപ്രൈറ്റ് ആണ്, കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഓടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് റൈഡ് ഫീൽ കൊള്ളാം. അതായത് നല്ല റോഡുള്ള സമയത്ത്, ഞാൻ പറഞ്ഞ പോലെ കുണ്ടോ കുഴിയോ ഒന്നുമില്ല സമയത്ത്, നല്ല റോഡുള്ള സമയത്ത് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ അങ്ങനെ ഒന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ വേറെ ക്ലിയറൻസ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പില്യണായാലും ഇരിക്കുന്നൊരു സമയത്ത് നല്ല കംഫർട്ട് തോന്നുന്നുണ്ട്. സീറ്റിംഗ് കംഫർട്ട് കൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് 2 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഓണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വലി എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2.17 ലാക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 23,000 രൂപ കുറവാണ് സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഈ 23,000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ മിസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മേജർ മിസ്സിംഗ് ആണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കൊരു കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ മിസ് ചെയ്യുന്നുണ്ട്, USD ഫോക്ക് മിസ് ചെയ്യുന്നുണ്ട്, ഒരു അടിപൊളി ബ്രേക്ക് മിസ് ചെയ്യുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം റൈഡ് ബൈ വയർ മിസ് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി 23,000 മേലായിരിക്കും. അങ്ങനത്തെ ഒരു പോയിന്റ് ഫീൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ദിസ് ഇസ് എ ഗുഡ് ബൈ. ഈ 2.17 ലാക്കിന് വളരെ നല്ല വാല്യൂ ഉള്ളൊരു ബൈക്ക് തന്നെയാണ്. പക്ഷേ ഒരു 23,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് 400 കിട്ടി, വിച്ച് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് വാല്യൂ ഫോർ മണി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്, ദിസ് ഇസ് എ ട്രയംഫ് വിച്ച് നോബഡി ആസ്ക് ഫോർ. ഇത്രയും നല്ല സെല്ലിങ്ങുള്ള നല്ലൊരു ബൈക്കുള്ളൊരു സമയത്ത് ട്രയംഫ് എന്തിന് ഇത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴൊരു ഡൗട്ടാണ്. കാരണം ലൈറ്റർ വേർഷൻ ഇറക്കുന്ന സമയത്ത് ഇതിന് ഇഷ്യൂസ് ഉണ്ടെന്നല്ല പറയുന്നത്, ഇത് സിറ്റി മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കിയ ബൈക്കാണെന്നും അറിയാം.
പക്ഷേ സിറ്റി മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു സമയത്തും ട്രയംഫിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള സസ്പെൻഷനും ബ്രേക്കിങ്ങിലും കുറച്ചൊരു കോംപ്രമൈസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതർവൈസ് ഈ 2.17 ലാഖിന് നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബൈക്ക് തന്നെയാണ് കിട്ടുന്നത്, അത് സംശയമൊന്നുമില്ല. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 1.5 to 2 lakh റേഞ്ചിൽ വരുന്ന ഒരു ബൈക്കാണ് നോക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പുഷ് ചെയ്ത് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു 23,000 കൂടെ പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ ഗെറ്റ് ദ പെർഫെക്റ്റ് ബൈക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ട്രയംഫ് പറയുന്നത് ഇതിന് ഫ്യൂൽ എക്കണോമി കുറച്ചുകൂടെ കൂടുതലാണെന്നാണ്, അതായത് 30 km/l കിട്ടുമെന്നാണ് ട്രയംഫിൻ്റെ ഒരു വാദം. അത് ശരിയായിരിക്കാം, കാരണം കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതിന് ആ ഒരു ഏർജൻസി ഒരു ഇത്തിരി പൊടിക്ക് കുറവാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പവർഫുൾ. പിന്നെ സർവീസ് കോസ്റ്റൊക്കെ ഇപ്പോൾ ഞാൻ നെറ്റിലൊക്കെ നോക്കുന്ന ഒരു സമയത്ത് ട്രയംഫ് ഓണേഴ്സ്, സ്പീഡ് 400 ഓണേഴ്സിനൊക്കെ ഒരു 2,000 to 4,000 റുപ്പീസാണ് വരുന്നത്. അതും വൺസ് ഇൻ 10,000 സർവീസ് ചെയ്യുന്ന സമയത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇൻഫാക്ട് ഐ വിൽ സേ ദാറ്റ് അത് റോയൽ എൻഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് 10,000 കിലോമീറ്റേഴ്സൊക്കെ വണ്ടി അങ്ങനെ കൊണ്ട് നടക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ചെയിൻ മെയിൻ്റനൻസ് ചെയ്യണം. വൺസ് ഇൻ 750 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1000 കിലോമീറ്റേഴ്സ് ചെയ്യണം. അതിപ്പോൾ റെയിനി സീസൺ ആണെങ്കിൽ ചിലപ്പോൾ 500 to 750 ചെയ്യേണ്ടി വരിക. പലരും മറക്കുന്നൊരു കാര്യമാണത്. 10,000 കിലോമീറ്റർ ഒരു ചെയിനൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെയിൻ ആയിരിക്കില്ല അത് വേറെ വല്ല ടയർ പോലെ കിടക്കുമായിരിക്കും. അപ്പം ചെയിൻ മെയിൻ്റനൻസ് ഉണ്ട് എവറി 750 കിലോമീറ്റേഴ്സിന് ആലോചിക്കാം. പിന്നെ 10,000 എന്നുള്ളത് പിടിക്കാതിരിക്കുക എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം നല്ല ഡസ്റ്റി എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമ്മൾ 8,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഒന്ന് സർവീസ് ചെയ്യുക. പിന്നെ ഒരു 5,000 to 6,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഗതി എന്താണെന്നൊന്ന് നോക്കണം. കാരണം അതൊക്കെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ രാജ്യത്തിന് വരുമ്പോൾ. യൂറോപ്പിലൊക്കെ അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. ഈ യൂറോപ്പ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ബൈക്കാണ്. അവിടെ പോകുന്ന സമയത്ത് 10,000 വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ റൈഡിങ് കണ്ടീഷനിൽ ഡസ്റ്റ് കൂടുതലായിട്ട് എയർ ഫിൽറ്റർ ക്ലോക്ക്ഡ് ആവാനൊരു സാധ്യതയുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം. ഒരു 6,000 8,000 കിലോമീറ്റർ ആകുമ്പം അത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കി പിടിക്കാനാണ് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ. പക്ഷേ ട്രയംഫ് അങ്ങനെ പറയില്ല. ട്രയംഫ് 10,000 ചെയ്യാൻ പറയുള്ളൂ. ഇത് ശരിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള മെയിൻ്റനൻസ് ഉള്ളൊരു ബൈക്കാണ്. ഇനി നമുക്കിതിൻ്റെ യൂസ് കേസിലേക്ക് നോക്കാം. അതായത് ഞാനിത് സിറ്റിയിൽ ഓടിച്ച സമയത്ത് ഞാൻ ടോപ്പ് ഓഫ് ദ ലൈനാണ് ഓടിച്ചത്. ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ലോഞ്ച് ചെയ്യുന്ന ഒരു സമയത്തും എല്ലാം വളരെ രീതിയിൽ ബാക്കി എല്ലാ വണ്ടികളും ഗ്യാപ്പ് ചെയ്തിട്ടാണ് ഞാൻ മുന്നിൽ പോയിട്ടുണ്ടാകുന്നത്. ഞാൻ റേസിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, എഗെയിൻ ഞാൻ പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്നൊരു പേസ് ഉണ്ട്, അതെനിക്കറിയാം. വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് അങ്ങനെ ഗ്യാപ്പ് ചെയ്ത് ഓടിക്കാറ്. ആ ഒരു സമയത്ത് പല വണ്ടികളും നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ മുന്നിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദറ്റ് മീൻസ് ഇറ്റ്സ് എ ഫാസ്റ്റ് ബൈക്ക്. ഞാൻ എൻ്റെ ബേസിലാണ് ഓടിക്കുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഹൈവേയിലെത്തുന്ന സമയത്തും 120 ഈസി ആയിട്ട് ഓടിക്കാം. ഞാൻ ഈ പറഞ്ഞ വോബിളൊക്കെ ഫീൽ ചെയ്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഞാൻ 4th ഗിയർ റെഡ് ലൈൻ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ആ ഷിഫ്റ്റിങ്ങിന് എൻ്റെ വലത്തെ കൈ നീങ്ങിയല്ലോ, അത് ആക്ച്വലി ഡിസ്ബാലൻസ് ആക്കി ഫ്രണ്ട് വീലിനെ. അപ്പം 120 എന്ന് പറയുന്നത് ആ ഒരു ബാലൻസിങ് ഇഷ്യൂവിൻ്റെ ഒരു ബോർഡർ ലൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 150 ടോപ്പ് സ്പീഡ് പോയിട്ടുണ്ടായിരുന്നു. 150 പോകുന്നൊരു സമയത്ത് ചെറിയൊരു വോബിൾ ചെയ്ത സമയത്താണ് പിന്നെ ഞാൻ എല്ലാം നിർത്തിയത്. കാരണം ഐ കനോട്ട് റിസ്ക് ഇറ്റ്, ദാറ്റ്സ് ഓൾസോ എ തിങ്. ഞാനീ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്പീഡൊക്കെ ഓടിക്കണം എന്നല്ല പറയുന്നത്. ചിലർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ഇത് സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കിന് താൻ എന്തിനാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്? ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം. കാരണം 150 പോലും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബൈക്കിന് 80 ഓടിക്കുന്ന സമയത്ത് സൂപ്പർ സ്റ്റേബിൾ ആയിരിക്കും. കാരണം നമ്മളൊരു സിറ്റുവേഷൻ വരികയാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിംഗ്, നമ്മുടെ സസ്പെൻഷൻ, നമ്മുടെ ടയറിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് മാറ്റർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വണ്ടിയുടെ മൊത്തം ക്വാളിറ്റി ഉണ്ടോ, വണ്ടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ എക്സ്പെക്ട് ഔട്ട് ഓഫ് എ മോട്ടോർ സൈക്കിൾ. ഇനിയിപ്പോൾ നിങ്ങൾ വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം പേടിപ്പിക്കുന്നൊരു ബൈക്കല്ല, ഇത് ഈസിയാണ് ഓടിക്കാൻ. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ദിസ് ഈസ് എ ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ. പിന്നെ നിങ്ങൾക്ക് ആ പറഞ്ഞ 23,000 പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഗോ ടു സ്പീഡ് 400 ഓൾസോ. കാരണം ഒന്ന് യൂസ് ടു ആവാൻ ഒരു ഇത്തിരി സമയമെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് അതും നിങ്ങൾക്കൊരു അഡീഷണൽ സേഫ്റ്റി നെറ്റ് തരും. ടയേഴ്സ് നല്ലതാണ്, ബ്രേക്സ് നല്ലതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്പീഡിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പേടിയുണ്ടെങ്കിൽ ഇത് ഓടിക്കാം. പിന്നെ ദർ ഇസ് നത്തിങ് റോങ് ഇൻ അക്സെപ്റ്റിംഗ് ദാറ്റ് യു ആർ അഫ്രേഡ് ഓഫ് എ മോട്ടോർ സൈക്കിൾ. അങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിനകത്തൊരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യം വെച്ചിട്ട് അയ്യോ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും എന്ന് വിചാരിച്ചു നോക്കണം. യു ഗോ ഫോർ എ കംഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വണ്ടികളും ടെസ്റ്റ് റൈഡ് ചെയ്യുക. ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. വീഡിയോ മാത്രം കണ്ടിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു CBR 250 ഒരാൾ ടൂർ ചെയ്യുന്നു ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഇപ്പോഴും ആ ബൈക്കൊക്കെ ഓടിച്ച് ടൂർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ നിങ്ങളൊരു 150cc അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗോണ എൻജോയ് ഇറ്റ്. അതായത് അതിൻ്റെ ഒരു പ്രീമിയംനെസ്, പിന്നെ എന്താ പറയുക, ഒരു എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു കംഫർട്ട്, പിന്നെ മൊത്തത്തിൽ നല്ല രസമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 100 to 120 ഓടിക്കാം, അല്ലെങ്കിൽ സിറ്റിയിൽ ഓടിക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്ലാഷി ബൈക്കാണ് കേട്ടോ, ഭയങ്കര രസമാണ് കാണും. എക്സെപ്റ്റ് ദാറ്റ് ഇതാ പറഞ്ഞല്ലോ, ഈ ടാങ്ക് സ്മോളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ക്രാംഡ് ഫീൽ വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ സ്ക്രാംബ്ലർ 400 പോലത്തെ ബൈക്കിലേക്കാണ് നോക്കേണ്ടത്. ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബൈക്ക് നല്ലതാണ്. അപ്പം സിറ്റിക്കും ഹൈവേക്കും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ 2 റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ ഫസ്റ്റ് ബ്രേക്ക് പാഡ് തീരുന്ന സമയത്ത് യു ഗോ ബാക്ക് ടു സിൻഡേർഡ് ബ്രേക്ക് പാഡ്സ്. സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ മാറ്റണം. ടയർ ഭയങ്കര അബദ്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് രണ്ടും മാറ്റിയാൽ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഞാൻ പറഞ്ഞ സ്റ്റെബിലിറ്റി ഇഷ്യൂസൊക്കെ മാറി കിട്ടും. ദെൻ യു വിൽ ബി ഏബിൾ ടു എൻജോയ് ദ മോട്ടോർ സൈക്കിൾ മോർ. പിന്നെ അത്രത്തോളം കോർണർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. എഗെയിൻ ഈ ഒരു ടയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് രാവിലെ. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് എഞ്ചിനീയറിംഗ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഡ്രൈവിൻ്റെ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ഒരു ബൈക്കും വേണമെങ്കിൽ ഗൊറില്ല 450 ആയിട്ടും ഹോണ്ടയുടെ 350 ആയിട്ടും X440 ആയിട്ടും മാവറിക് 440 ഒക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുക. കാരണം ഞാനത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.